നടിയെ ആക്രമിച്ച കേസിൽ ഗായിക റിമി ടോമിയെ പോലീസ് ചോദ്യം ചെയ്തു. ദിലീപുമായി സാമ്പത്തിക ഇടപാടുകളുണ്ടോ എന്ന് പോലീസ് ആരാഞ്ഞു. റിമി ടോമിയുടെ ചില ഉത്തരങ്ങളിൽ പൊരുത്തക്കേടുണ്ടെന്ന് പോലീസ്. അതുകൊണ്ട് തന്നെ റിമിയെ വീണ്ടും ചോദ്യം ചെയ്തേക്കും. വിവരങ്ങളുമായി സാലിഹ് മുഹമ്മദ് ചേർന്നുണ്ട്. സാലി, നിർണായകമായ ചില ചോദ്യം ചെയ്യലുകൾ കൂടി സമീപ ദിവസങ്ങളിലായി നടക്കുന്നുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ റിമി ടോമിയുടെ ചോദ്യം ചെയ്യൽ. സ്വാഭാവികമായും ഈ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണോ പ്രധാനമായും ചോദിച്ചറിഞ്ഞത് പോലീസ്? സൗമ്യ, നേരിട്ട് അല്ല ഒരു ചോദ്യം ചെയ്യൽ നടന്നത്. ഈ അന്വേഷണ സംഘം റിമി ടോമിയെ ഫോണിൽ വിളിച്ച് ചില വിവരങ്ങൾ ചോദിച്ചറിയുകയായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടുമില്ല. ഏതായാലും ഇന്നലെയാണ് സംഭവം. അതിനൊരു പശ്ചാത്തലമുണ്ട്. കാരണം ഈ നടി ആക്രമിക്കപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട് കുറച്ച് നാളുകളായി റിമി ടോമിയുടെ പേര് ഉയർന്നു കേട്ടിരുന്നു. മാത്രവുമല്ല, ഈ സംഭവത്തിനോടനുബന്ധിച്ചും അതിനുശേഷവും ഒക്കെ ദിലീപ്, കാവ്യ തുടങ്ങിയ കൂട്ടുകെട്ടുമായി നിരന്തരം ആയി തന്നെ റിമി ഫോണിൽ സംസാരിച്ചു, ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. മാത്രമല്ല, ഇവർ തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ നിരവധി ഉണ്ട് എന്നും ചോദിച്ചതിൽ നിന്ന് പോലീസിന്, അന്വേഷണ സംഘത്തിന് മനസ്സിലായി. ഈ സാഹചര്യത്തിലാണ് ചോദ്യം ചെയ്തത്. സ്വാഭാവികമായും അന്വേഷിച്ച കാര്യം ഇവയാണ്. ഇവർ തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ എങ്ങനെയാണ്, എന്തെങ്കിലും ബിസിനസ് പങ്കാളിത്തമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ്. അതാണ് ഈ ബിനാമി ഇടപാടുകളുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ ഭാഗമായി നടന്നത്. മറ്റത് നടി ആക്രമിക്കപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട് നടന്നത്. ഈ സംഭവം എങ്ങനെയാണ് അറിഞ്ഞത്, ആരാണ് വിളിച്ചു പറഞ്ഞത്, അതുമായി ബന്ധപ്പെട്ട ദിവസങ്ങളിൽ ദിലീപുമായി കൂടുതൽ സംസാരിച്ചിരുന്നു, ദിലീപിന്റെ പെരുമാറ്റം എങ്ങനെയായിരുന്നു, ആ ദിവസങ്ങളിൽ എവിടെയായിരുന്നു ദിലീപ് തുടങ്ങിയ ചില വിവരങ്ങൾ റിമിക്ക് അറിയാം. കാരണം ഇവർ നിരന്തരമായി വിദേശ പര്യടനങ്ങളിലും മറ്റുമായി ഈ ടീം ഒരുമിച്ച് പോകുന്നതാണ്. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് റിമിയിൽ നിന്ന് ഇത്തരം കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞത്. ഏതെങ്കിലും തരത്തിൽ ഒരു പങ്കാളിത്തം ഉണ്ട് എന്ന് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലല്ല, പക്ഷേ ചില സംശയ നിവാരണം വരുത്തുന്നതിന് വേണ്ടിയാണ്. പക്ഷേ ഈ ചോദ്യം ചെയ്യലിൻ്റെ പ്രാഥമികമായി പൂർത്തിയാകുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം, റിമിയുടെ ഉത്തരങ്ങളിൽ ചില പൊരുത്തക്കേടുകളും ഉണ്ട്, ചില ലിങ്കാകാത്ത ചില കാര്യങ്ങളുണ്ട്. കാരണം ഇതിനകം തന്നെ ഈ വിദേശ പര്യടനങ്ങളിലും ഷോകളിലും ഒക്കെ പങ്കെടുക്കുന്ന മറ്റ് ചില താരങ്ങളും ഒക്കെയായി പോലീസ് ഇതിനകം സംസാരിച്ചിരുന്നു. മാത്രവുമല്ല, ദിലീപുമായും കാവ്യയുമായും സംസാരിച്ചു. ഇതൊക്കെ സംബന്ധിച്ച് ഈ ആക്രമിക്കപ്പെട്ട നടിയിൽ നിന്നും മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ പരിശോധിക്കുമ്പോൾ ഈ റിമിയുടെ മറുപടിയിൽ, റിമി നൽകിയ മൊഴിയിൽ ചില പൊരുത്തക്കേടുകളുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മൊഴി വിശദമായി പരിശോധിക്കാനാണ് അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം. ഈ പരിശോധന പൂർത്തിയായാൽ, ഈ പൊരുത്തക്കേടുകൾ വ്യക്തമായാൽ ഉടൻ തന്നെ ഇത് സംബന്ധിച്ച് കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് കടക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മാത്രമല്ല, ഈ അക്രമത്തിന് ഇരയായ നടി നൽകിയ ഒരു മൊഴിയിൽ ഒരു ഘട്ടത്തിൽ റിമിയുടെ പേരുണ്ട്. കാരണം ദുബൈയിലെ ഒരു ഷോയ്ക്കിടെ ഈ ആക്രമണത്തിന് ഇരയായ നടിയും ദിലീപും തമ്മിൽ വാക്കുതർക്കമുണ്ടായിരുന്നു എന്നുള്ളത് പോലീസ് മനസ്സിലാക്കിയിട്ടുണ്ട്. ആ വാക്കുതർക്കത്തിന് ദൃക്സാക്ഷിയായിരുന്നു റിമി. മാത്രവുമല്ല, ആ വാക്കുതർക്കത്തിനിടയിൽ റിമി പ്രത്യക്ഷത്തിൽ ഈ നടിക്കെതിരെയും ദിലീപിന് അനുകൂലമായും പക്ഷം പിടിച്ച് സംസാരിക്കുന്ന സാഹചര്യവും ഉണ്ടായി. അത് മറ്റു ചില താരങ്ങൾ, ഈ ഷോയിൽ പങ്കെടുത്ത മറ്റു ചില താരങ്ങളിൽ നിന്നാണ് പോലീസ് ഇത് മനസ്സിലാക്കിയത്. മാത്രവുമല്ല, സമാനമായ മൊഴി ആക്രമണത്തിന് ഇരയായ നടിയിൽ നിന്ന് പോലീസിന് ലഭിക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് റിമിയുടെ നിലപാടറിയാൻ പോലീസ് തീരുമാനിച്ചത്. ഏതായാലും ഒരു ചോദ്യം ചെയ്യലിന്റെ ഘട്ടത്തിലേക്ക് ഇതുവരെ കടന്നിട്ടില്ല. തൽക്കാലം അത് റിമി ടോമിയെ മൊഴിയെടുത്ത വിവരങ്ങൾ അന്വേഷിച്ചു എന്ന് നമുക്ക് വിശദീകരിക്കാം. എന്നാൽ ഈ പൊരുത്തക്കേടുകൾ ഈ വിശകലനത്തിൽ മനസ്സിലായാൽ വീണ്ടും ചോദ്യം ചെയ്യാൻ തന്നെയാണ് തീരുമാനം. സ്വാഭാവികമായി നമുക്കറിയാം സാലി, ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെയുള്ള കാര്യങ്ങൾ നോക്കിയാൽ നമുക്കറിയാം ഇപ്പോൾ ഈവൻ കാവ്യയുടെയും അമ്മയുടെയും ചോദ്യം ചെയ്യൽ പോലും അങ്ങേയറ്റം അവരുടെ ഇൻവോൾവ്മെന്റ് കൂടി സംശയത്തിന്റെ ഏറ്റവും അറ്റത്ത് നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ചോദ്യം ചെയ്യൽ ഉണ്ടായിട്ടുള്ളത്. റിമിയുടെ കാര്യവും അതുപോലെ തന്നെയല്ലേ? യഥാർത്ഥത്തിൽ നേരത്തെ മുതൽക്കേ തന്നെ, ദിവസങ്ങൾക്ക് മുൻപ് മുതൽക്കേ തന്നെ റിമിയുടെ പേരും പലയിടങ്ങളിലും പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. പലയിടങ്ങളിലും ചോദ്യം ചെയ്യുമെന്നത് അടക്കമുള്ള സൂചനകൾ വന്നിട്ടുണ്ട്. എന്നിട്ട് ചോദ്യം ചെയ്യലിലേക്ക് പോകുന്നു. ഈവൻ ഫോൺ വഴിയാണ് എങ്കിൽ പോലും. അതുകൊണ്ട് തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് എന്തെങ്കിലുമൊക്കെ സൂചനകൾ, ഈ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട മറ്റാരുടെയെങ്കിലും ഒക്കെ മൊഴിയുടെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ ചില സൂചനകൾ ലഭിച്ച ഒരു പശ്ചാത്തലത്തിൽ കൂടിയായിരിക്കില്ലേ ചോദ്യം ചെയ്യൽ? സൗമ്യ, അങ്ങനെ തന്നെയാണ്. കാരണം അസ്വാഭാവികമായ ചില സാമ്പത്തിക ക്രയവിക്രയങ്ങൾ ഇവർ തമ്മിൽ നടന്നിട്ടുണ്ട് എന്ന് പോലീസ് മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ ഇവർ തമ്മിൽ നേരിട്ട് ഒരു ബിസിനസ് പങ്കാളിത്തം ഉള്ളതായി ഒരിടത്തും വ്യക്തതയില്ലതാനും. ആ സാഹചര്യത്തിലാണ് എന്തിനാണ് ഈ ക്യാഷ് ട്രാൻസാക്ഷൻസ് നടന്നത്
എന്നുള്ളത് പോലീസ് സ്വാഭാവികമായും ചോദിച്ചിട്ടുണ്ട്. അതിൽ ഒരു തൃപ്തികരമായൊരു വിശദീകരണം റിമിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ മറ്റു ചില കാര്യങ്ങളിൽ കാര്യമായി പൊരുത്തക്കേട് കാണാനും കഴിഞ്ഞില്ല. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിദേശ പര്യടനത്തിന്, അതായത് ദുബായ് ഷോയ്ക്കിടെ ഉണ്ടായ വാക്ക് തർക്കത്തിൽ എന്തിനാണ് ദിലീപിന്റെ പക്ഷം പരസ്യമായി റിമി അവിടെ വെച്ച് പക്ഷം പിടിച്ച് സംസാരിച്ചു. ഈ ആക്രമിക്കപ്പെട്ട നടിക്കെതിരായി നിലപാട് സ്വീകരിച്ചു. മാത്രമല്ല ആ സംഭവത്തിന് നേരിട്ട് ദൃക്സാക്ഷിയായ അപൂർവം ചിലരിൽ ഒരാളാണ് റിമി. അതും ഈ ആക്രമണത്തിന് ഇരയായ നടിക്കെതിരെയുള്ള ഗൂഢാലോചനയ്ക്ക് ഒരു കാരണമായി ഈ ദുബായ് ഷോയിലെ സംഭവം എന്ന് പോലീസിന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ആ സംഭവത്തിന്, ഈ മോട്ടീവിന് കാരണമായ ആ സംഭവത്തിന് ദൃക്സാക്ഷിയായ ഒരാളിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തുക എന്നുള്ള ഒരു പ്രാധാന്യമാണ് ഇപ്പോൾ കൽപ്പിച്ചിരിക്കുന്നത്. പക്ഷേ എന്തെങ്കിലും തരത്തിലൊരു പങ്കാളിത്തം കണ്ടെത്തിയത് കൊണ്ടാണ് ഇത്തരത്തിൽ ചോദ്യം ചെയ്തത് എന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല. കാരണം സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട അനവധി പേരെ ഇതിനകം ചോദ്യം ചെയ്തിട്ടുണ്ട്. അത് മാധ്യമങ്ങളിൽ ചിലത് മാത്രമേ വാർത്ത വന്നിട്ടുള്ളൂ. നമുക്കറിയുന്ന ചിലരെ ചോദ്യം ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊന്നും സ്ഥിരീകരിക്കാൻ പോലീസ് തയ്യാറാവാത്തത് കൊണ്ടാണ് അവരെ ചോദ്യം ചെയ്തു എന്ന നിലയ്ക്ക് നമ്മളടക്കമുള്ളവർ വാർത്ത നൽകാത്തത്. പക്ഷേ ഇപ്പോൾ പോലീസ് സ്ഥിരീകരിക്കുന്നു, ഇവരിൽ നിന്നും മൊഴി രേഖപ്പെടുത്തി, ഫോൺ മുഖാന്തിരമാണ് മൊഴി രേഖപ്പെടുത്തിയതെന്ന് അന്വേഷണ സംഘം പറഞ്ഞതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ വാർത്ത നൽകുന്നത്. എന്നാൽ നമുക്ക് അനൌദ്യോഗികമായി മറ്റ് പല നടികളിൽ നിന്നും, പല ചലച്ചിത്ര താരങ്ങളിൽ നിന്നും, സിനിമാ മേഖലയിൽ നിന്നും ബന്ധപ്പെട്ട പലരിൽ നിന്നും ഇതിനകം പോലീസ് മൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞു എന്ന് നമ്മൾ അറിയുന്നുണ്ട്. പക്ഷെ അതിന് സ്ഥിരീകരണം ഇല്ലാത്തതുകൊണ്ട് വാർത്തയായില്ല എന്നേ ഉള്ളൂ. പക്ഷെ ഇപ്പോൾ സ്ഥിരീകരണം ലഭിച്ച ഒരു വാർത്ത നൽകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ റിമിക്ക് ഈ ഗൂഢാലോചനയിലോ പിന്നീട് നടന്ന കേസ് ഒളിപ്പിക്കലിലോ പൾസർ സുനിയെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിലോ ഒന്നും ഒരു പങ്കാളിത്തം ഇതുവരെ കണ്ടെത്തി എന്ന് പറയാൻ കഴിയില്ല. അത് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലുമാണ് ചോദ്യം ചെയ്യൽ എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ അസ്വാഭാവികമായ ചില സാമ്പത്തിക ക്രയവിക്രയങ്ങൾ ഇവർ തമ്മിലുണ്ട്. മാത്രമല്ല ഈ സംഭവത്തിന് മുമ്പും ശേഷവും ഒക്കെയായി ഇവർ തമ്മിൽ ഫോൺ വിളിയുടെ എണ്ണം വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട് എന്ന് പോലീസ് കണ്ടെത്തി. അത് ദിലീപുമായും കാവ്യയുമായും ഒക്കെ വലിയ സൗഹൃദത്തിലുള്ള ആളാണ്, ഗായികയാണ് റിമി. ഒരു പക്ഷേ സൗഹൃദത്തിന്റെ പേരിലാവാം, മറ്റെന്തെങ്കിലും ഉണ്ടോ ഇതിൽ എന്ന് അന്വേഷിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. പക്ഷേ ചില അസ്വാഭാവികതകൾ, അപൂർണമായ ചില മൊഴികൾ ഒക്കെ ലഭിച്ചിട്ടുണ്ട്. അത് മറ്റു ചിലരുടെ മൊഴികളുമായി ലിങ്ക് ആകുന്നില്ല എന്നൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ അത് വിശകലനം ചെയ്യുന്നു. വിശകലനത്തിൽ ഈ മൊഴിയിലെ വൈരുദ്ധ്യം പ്രകടമായാൽ ഇനിയും ചോദ്യം ചെയ്യും. അത് ഒരു പക്ഷേ ഫോണിലൂടെ ആവില്ല, നേരിട്ട് റിമി പറയുന്ന എവിടെയെങ്കിലും ചെന്നോ ഒക്കെയാവും ചെയ്യുക എന്നാണ് അന്വേഷണ സംഘം പറഞ്ഞത്. ഏതായാലും റിമിയെ ചോദ്യം ചെയ്തു എന്ന് നമുക്കിപ്പോൾ പറയാം. ഇവിടെ ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ ഇതുമായി ബന്ധപ്പെട്ട്, ഈ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം നിലവിൽ റിയൽ എസ്റ്റേറ്റ് വിഷയങ്ങൾ, ഭൂമി സംബന്ധമായ നിരവധി വിഷയങ്ങളൊക്കെ തന്നെയും അതുമായി ബന്ധപ്പെട്ട അന്വേഷണമൊക്കെ തുടരുകയാണ്. അതുകൊണ്ട് തന്നെ ഈ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് റിമിയെ പോലെ മറ്റ് ആരെങ്കിലുമായി കേന്ദ്രീകരിച്ച് ഇത്തരത്തിലുള്ള അന്വേഷണങ്ങൾ നീളാനുള്ള ഒരു സാഹചര്യമാണോ ഉള്ളത് ഇപ്പോൾ? സൗമ്യ, ഈ ദിലീപിനും കാവ്യയ്ക്കും സിനിമാ മേഖലയിലുള്ളവരുമായി ഒട്ടനവധി ബിസിനസ് ബന്ധങ്ങൾ കൂടിയുണ്ട്. ഒരു കോക്കസാണ്, ഒരു ഗ്രൂപ്പാണത് എന്ന് അന്വേഷണ സംഘത്തിന് മനസ്സിലായിട്ടുണ്ട്. ഇവർ തമ്മിൽ ഈ ഭൂമി സംബന്ധമായ കച്ചവട ഇടപാടുകളുണ്ട്, മറ്റു ചില ബിസിനസ്സുകളുണ്ട്. ദിലീപിന്റെ ബിസിനസ്സുകളിൽ മറ്റു ചില താരങ്ങൾക്ക് പങ്കാളിത്തമുണ്ട്. അത് നേരെ അംഗീകൃതമായ രീതിയിൽ നടക്കുന്ന ബിസിനസ്സുകളുമുണ്ട്, ബിനാമി ഇടപാടുകളായി നടക്കുന്ന ബിസിനസ്സുകളുമുണ്ട്. അതൊക്കെ കൊണ്ട് തന്നെ ഈ ദിലീപിന്റെ സാമ്പത്തിക ഇടപാടുകൾ അങ്ങേയറ്റം സങ്കീർണവും കെട്ടുപിണഞ്ഞതുമാണ് എന്ന് ഇതിനകം തന്നെ പോലീസിന് മനസ്സിലായിട്ടുണ്ട്. കാരണം ദിലീപ് പറയുന്നതല്ലാതെ ചില ബിനാമി അക്കൗണ്ടുകൾ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആ അക്കൗണ്ടുകളിൽ നിന്ന് ചില നടിമാരുടെ അക്കൗണ്ടുകളിലേക്ക് വലിയ തോതിൽ ക്യാഷ് ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട ദിവസങ്ങളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതൊക്കെ വലിയ അന്വേഷണത്തിന്റെ ഭാഗമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇതിലേതെങ്കിലും ഈ നടിയെ ആക്രമിക്കപ്പെട്ട സംഭവമായോ ആ കേസ് തേച്ചുമാച്ചു കളയാൻ നടത്തിയ നീക്കങ്ങളുമായോ തെളിവ് നശിപ്പിക്കാൻ നടത്തിയ ഗൂഢശ്രമങ്ങളുമായോ ബന്ധിപ്പിക്കാൻ പോലീസിന് കഴിഞ്ഞാൽ മാത്രമേ ഈ പറയുന്ന ആളുകളെ ഇതിന്റെ ചിത്രത്തിൽ കൊണ്ടുവന്ന് പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്താനോ സാക്ഷികളാക്കാനോ ഒക്കെ കഴിയൂ. അത്തരമൊരു പ്രതിസന്ധി പോലീസിനുണ്ട്. മറ്റെന്തെങ്കിലും സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിക്കേണ്ടത് കേരള പോലീസോ അല്ലെങ്കിൽ ഈ നിലവിലുള്ള അന്വേഷണ സംഘവുമല്ല. മറ്റെന്തെങ്കിലും സാമ്പത്തിക ഇടപാടുകളിൽ ദുരൂഹതയുണ്ടെങ്കിൽ അത് എൻഫോഴ്സ്മെന്റ് പോലുള്ള മറ്റ് സാമ്പത്തിക കുറ്റാന്വേഷണ ഏജൻസികൾക്കാണ് അറിയിക്കേണ്ടത്. അത് കണ്ടെത്തിയാൽ അവർ അങ്ങനെ നീങ്ങും. പക്ഷേ ഈ ഇപ്പോൾ നടക്കുന്ന ഈ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച അന്വേഷണം അത് ഈ നടി ആക്രമിക്കപ്പെട്ട സംഭവവുമായി ലിങ്ക് ചെയ്യാൻ മാത്രമേ
ഇവരെയൊക്കെ പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടുത്താൻ കഴിയുന്ന ഒരു സാങ്കേതിക പ്രശ്നമുണ്ട്. കാരണം ഈ പ്രധാന ക്രൈം ഇവർ അന്വേഷിക്കുന്നത് നടിയെ ആക്രമിക്കപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ടാണ്. അതുകൊണ്ട് തന്നെ അതിലേക്ക് ലിങ്ക് ചെയ്യാൻ കഴിയുന്ന എന്തെങ്കിലും ഈ നിഗൂഢമായ സാമ്പത്തിക ഇടപാടുകളിൽ ഉണ്ടെങ്കിൽ സ്വാഭാവികമായും കൂടുതൽ ചോദ്യം ചെയ്യലുണ്ടാവും. നമ്മൾ മനസ്സിലാക്കുന്നത് നിരവധി പേരിൽ നിന്ന് ഇതിനകം മൊഴിയെടുത്തിട്ടുണ്ട്, നിരവധി പേരെ ഇതിനകം ചോദ്യം ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ്. പക്ഷേ കാര്യമായ വിവരം അക്കാര്യത്തിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. സ്വാഭാവികമായും ഇന്നലെ കാവ്യയെ ചോദ്യം ചെയ്തു, കാവ്യയുടെ അമ്മയിൽ നിന്ന് മൊഴിയെടുത്തു. നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്നോ നാളെയോ കാവ്യയെ വീണ്ടും ചോദ്യം ചെയ്യുന്ന സാഹചര്യം ഇപ്പോഴില്ല. പക്ഷേ കാവ്യയുടെ അമ്മയിൽ നിന്ന് ഇനിയും മൊഴിയെടുക്കും എന്ന് തന്നെയാണ് അന്വേഷണ സംഘം മനസ്സിലാക്കി പറയുന്നത്. കാരണം ഈ കാവ്യയുടെ അമ്മയുടെ മൊഴിയിലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചില വൈരുദ്ധ്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണത്. സാലിം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. റിമി ടോമിയുടെ മൊഴിയും ഫോൺ വഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചില പൊരുത്തക്കേടുകൾ ഉണ്ട് റിമിയുടെ മൊഴിയിൽ. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ വേണമെങ്കിൽ കൂടുതൽ ചോദ്യം ചെയ്യാം, നേരിട്ട് ചോദ്യം ചെയ്യൽ നടത്താം എന്നതടക്കമുള്ള ഒരു നിഗമനത്തിലാണ് നിലവിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ ഉള്ളത്.